തടി വേണ്ടാന്നുള്ളവർ ഇത് മാത്രം ചെയ്താൽ മതി. നമ്മളിതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ പ്രത്യേക ഫുഡോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്നും നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതില്ലാതെ നമുക്ക് വീട്ടിൽ ഒരാൾക്കും പറ്റൂല. പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ ഇതിലാണ്. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ഈ തടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടിപ്പാണ്. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ അറിയാം, എനിക്ക് കുറച്ച് വയ്യായിരുന്നു. പെട്ടെന്ന് കുറച്ച് ദിവസം വയ്യാതായപ്പോൾ എനിക്ക് ഈ കൈ ഇങ്ങനെ വാർക്കാനൊക്കെ ഒരു മടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയോ, ഒന്നാമത് എനിക്ക് ഈ കട്ടച്ചോറ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതൊരു ജാതി നമ്മൾ വാർത്ത് കളഞ്ഞ ചോറ് പോലെ അല്ലല്ലോ, അതൊരു കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട പിടിക്കുന്ന പോലെയാവും. എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നാറുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ച ഒരു മടി കാരണം ഞാൻ ശരി അത് കഴിക്കുക, പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വാർക്കാൻ പറ്റിയില്ല. അത് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണു, ഭയങ്കര ഒരു ടൈറ്റായ പോലെ എനിക്കൊരു ഫീൽ ചെയ്യണം കേട്ടോ. ഇതെന്താണിതിപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ടൈറ്റാവും. ഞാൻ പ്രത്യേകിച്ച് നല്ലോണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. സാധാരണ കഴിക്കണ ചോറ് ഞാൻ എപ്പോഴും കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. ടിഫിനൊക്കെ ആകുമ്പോൾ നല്ലോണം കഴിക്കും, എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ അന്നും കഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ആയിട്ടൊരു 3 ആഴ്ചയായിട്ടുണ്ടാവുള്ളൂ ഈ സംഭവം. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ തടി വന്നതാണോ, എന്താണ് ഇതിങ്ങനെ ടൈറ്റായ പോലെയൊക്കെ? ഞാൻ അങ്ങനെ കൂടുതലൊന്നും കഴിച്ചിട്ടുമില്ല, എന്താണെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അവസാനം ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് വെയിറ്റ് നോക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ അതിശയിച്ച് പോയിട്ട് ഞാൻ എൻ്റെ പരമശിവനെ, ഞാൻ എന്നും ഒരു 55ൻ്റെ അങ്ങോട്ട് പോയില്ല, 55 കിലോന് അകത്ത് നിൽക്കണം. അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ അത് 53 ആയാലും കുഴപ്പമില്ല, 54 ആയാലും കുഴപ്പമില്ല, 55ന് അപ്പുറത്ത് പോകാൻ പാടില്ല എന്ന് എൻ്റെ ഒരു തീരുമാനമാണ് കേട്ടോ. കാരണം ഞാൻ വലിയ ഹൈറ്റൊന്നുമില്ല, 5 അടിയേ ഉള്ളൂ. അപ്പോൾ ഓവറായിട്ട് തടിച്ചാൽ പിന്നെ കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നും. എനിക്കെന്നല്ല, പൊതുവെ ആർക്കായാലും ആ ഹൈറ്റിനനുസരിച്ച തടിയാണെങ്കിൽ നമ്മൾ കാണാൻ ഓക്കെയാണ്, ഏത് ഡ്രസ്സ് ഇട്ടാലും ചേർച്ചയുണ്ടാവും. പക്ഷേ ഓവറായിട്ട് തടിക്കുന്ന സമയത്ത്, ഹൈറ്റിനേക്കാൾ ഉപരി തടി കൂടുന്ന സമയത്ത്, അതായത് ഞാൻ ആ ഒരു റേഷ്യോ ആണ് കേട്ടോ പറയണത്. എൻ്റെ റേഷ്യോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ 5 അടി ഹൈറ്റിന് എനിക്കൊരു 55ൻ്റെ അകത്ത് നിൽക്കണം, എന്നാൽ ഓക്കെ ആവുള്ളൂ. എന്നെ കാണാൻ തരക്കേടില്ല, ഒരുപാട് പുള്ളിയാണെന്നും പറയില്ല, ഭയങ്കര തടിച്ചയാണെന്നും പറയില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആരും പറയാൻ പാടില്ല, എനിക്കും അങ്ങനെ തോന്നാൻ പാടില്ല. അപ്പോൾ ആര് പറയുന്നത് പോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്ക് കണ്ണാടി നോക്കുമ്പോൾ നമ്മളെക്കുറിച്ചൊരു ഒരു ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് 55-നകത്ത് തന്നെ വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് വെയിറ്റ് നോക്കിയപ്പോൾ അതിശയിച്ച് പോയി. 58 കിലോ, 55 അല്ല 58 57.5 കിലോ, 2.5 കിലോ കൂടിയിരിക്കണം. എൻ്റെ ഭഗവാൻ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് പിന്നെ ഒരു 30 വയസ്സാണ്, 35 വയസ്സിലും ഈ 55 കിലോനകത്താണ്, ഈ 57ാമത്തെ വയസ്സിലും 55 കിലോനകത്താണ്. അപ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലേ, നീ എന്നും ഒരേപോലെയാണല്ലോ ഇരിക്കണമെന്ന്. അത് ഞാനെങ്ങനെയാണ്, ഞാൻ കൂടുതലൊന്നും കഴിക്കില്ല. ചോറ് എപ്പോഴും എനിക്കൊരളവുണ്ട്, ആ അളവിനെ ഞാൻ കഴിക്കുള്ളൂ. എന്നാൽ രാവിലത്തെ ടിഫിനാണെങ്കിലും രാത്രി ടിഫിൻ കഴിക്കുകയാണെങ്കിലും അതൊക്കെ നല്ലോണം കഴിക്കട്ടോ. എനിക്ക് തോന്നുന്നു ഈ ചോറാണ് നമ്മളുടെ തടി കൂട്ടുന്നത് എന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ടല്ലോ. ചോറ് കുറയ്ക്കണം, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് തടി വയ്ക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് എന്തപ്പോൾ ഈ തടി വയ്ക്കാൻ ഞാൻ സ്പെഷ്യലായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ചിക്കനൊന്നും അങ്ങനെ കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ. എഗ്ഗാണ് കഴിക്കാറുള്ളത്, അത് എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാറുള്ളൂ. ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. ഒരു പക്ഷേ ഞാൻ ഈ ഒരാഴ്ചയായിട്ട് വറ്റിച്ച ചോറാണ് കഴിച്ചത്, അതുകൊണ്ടായിരിക്കുമെന്ന് കേട്ടോ. ശരി, നോക്കാം, എന്തായാലും നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ ഇത്. അത് മാത്രമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അടുത്ത ദിവസം മുതൽ ഇങ്ങനെ മടി പിടിച്ചാൽ നോക്കി നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ അരി വെന്ത ശേഷം ആ വെള്ളം മുഴുവൻ
ഊറ്റിക്കളഞ്ഞ ശേഷം ആ ചോറാണ് കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വീണ്ടും ഇതാ 55-നകത്തായി. അപ്പം ഞാൻ സംശയിച്ചതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് കാരണമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും തടി കുഴപ്പമില്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ തടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കുഴപ്പമില്ല, ഇതെങ്ങനെ തന്നെ നിങ്ങൾ ഭക്ഷണം ഈ ചോറ് ഇങ്ങനെ കഴിച്ചോളൂ. അതേസമയം തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി ചെയ്ത് നോക്കൂ. ഈ വറ്റിച്ച ചോറ് കഴിക്കാതെ നിങ്ങൾ അത് ആ കഞ്ഞിവെള്ളം സ്റ്റാർച്ചെല്ലാം കളഞ്ഞ ചോറ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഞാനത് വെറും ഒരു 4-5 ദിവസം, ഒരാഴ്ച കഴിഞ്ഞതും എനിക്ക് ഇപ്പോൾ 55-നകത്ത് വന്നു. അതായത് 55, 56, 57 ഉണ്ടായിരുന്നത് 2.5 കിലോ കുറഞ്ഞ് എൻ്റെ പഴയ വെയിറ്റിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി അപ്പോൾ ഈ സ്റ്റാർച്ച് എന്തുമാത്രം നമ്മളുടെ വെയിറ്റ് കൂട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പ്രധാന ഒരു ഘടകമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ തടി കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കുക. വാർത്ത ചോറ് കഴിക്കാൻ നോക്കുക. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. എന്തായാലും നിങ്ങൾ മാറ്റം മനസ്സിലാക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സെലക്ട് ചെയ്ത് അതിൽ എന്താ പറയുക, നല്ലൊരു കമൻ്റ് ഇടും നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞതായിട്ട്. അതേസമയം തന്നെ ഈ വീഡിയോ ഞാൻ എപ്പോഴും പറയാറില്ല, വീഡിയോയിൽ ലൈക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാറില്ല, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറയാത്തത് കൊണ്ട് തന്നെ ആരും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. വളരെ സാധാരണ ചെയ്യുന്നവരൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോകുന്ന പോക്കിൽ ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാനൊക്കെ മടിയാണെങ്കിൽ നിങ്ങളൊരു ഹാർട്ടോ ഒരു ഫയറോ ഒക്കെ ഇട്ടിട്ട് പോവും ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.